യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണാമല്ലോ, ഇങ്ങനെ ഗാർഡൻ മേക്ക് ഓവർ, ഗാർഡൻ സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ട്രോപ്പിക്കൽ ഗാർഡൻ, അങ്ങനെ കുറേ വീഡിയോസ് കാണുമ്പം ഭയങ്കര നമുക്ക് സന്തോഷം തോന്നും കേട്ടോ. നമുക്കത് കണ്ടിരിക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. അപ്പോഴത്തേന് ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് വെച്ചാൽ അതിന് വേണ്ട പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വേണം. പിന്നെന്താ, ഒരു ഹൈറ്റുള്ള ചെടി, ഹൈറ്റ് കുറഞ്ഞ ചെടി, ലീഫിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പ്, കളറ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണമല്ലോ ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒത്തിരി വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് എനിക്കും അതുപോലെ സെറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ അതിന് വേണ്ട പ്ലാന്റ്സ് ഒന്നും ഇല്ല. പിന്നെ നമ്മൾ ക്യാഷ് കൊടുത്ത് പ്ലാന്റ്സ് അങ്ങനെ അധികം വാങ്ങിച്ചിട്ടുണ്ട്. എന്നാലും ഈ ലീഫി ആയിട്ടുള്ള ഈ ഇലച്ചെടികളുടെ പ്ലാന്റ്സ് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അപ്പോഴത്തെ പറമ്പിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഒന്ന് ലീവ്സിൻ്റെ ഇതൊക്കെ നോക്കി ഇറങ്ങി. ഇപ്പോൾ നല്ലൊരു ഇത് കിട്ടി, ഒരു ചെടി കിട്ടി. പക്ഷെ ഞാനത് പറിച്ചെടുത്തപ്പോൾ പൊട്ടിപ്പോയിട്ടോ. പിന്നെ നമ്മുടെ പറമ്പിൽ സുലഭമായിട്ടുള്ളൊരു സാധനമാണ് കലേഡിയം. പറമ്പിലും മുറ്റത്തും ഒക്കെ ഉണ്ട്, സൈഡിൽ, മതിലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ ആ കലേഡിയം ഒരു പോട്ടിനകത്താക്കി, ചെറിയൊരു പോട്ടിനകത്ത്. പിന്നെ നമ്മൾ മണി പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കലേഡിയത്തിൻ്റെ വേറെ നമ്മൾ പറമ്പിൽ പോയി കളക്ട് ചെയ്തായിരുന്നല്ലോ, അപ്പോൾ ആ ചട്ടിക്ക് ചെറിയൊരു സ്ഥാനമാറ്റം കൊടുത്ത് ഇങ്ങോട്ടാക്കി. പിന്നെ ലക്കി ബാമ്പുവിൻ്റെ ഒരു 3 വെറൈറ്റി ഉണ്ട്. ഒരു ഇതുപോലെ വൈറ്റ് കൊടിയതൊരെണ്ണം, പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ, ഒരു ലൈൻ പോലെ പോകുന്നത്, പിന്നെ വൈറ്റും ഗ്രീനും കൂടെ വരുന്നത്, അങ്ങനെ ഒരു 3 വെറൈറ്റി അത് വെച്ചിട്ടുണ്ട്. പിന്നെ ബോർഡർ ഗ്രാസ്, വാണ്ടറിങ് ജൂ വെച്ചിട്ടുണ്ട്. ബോർഡർ ഗ്രാസ് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ബാക്കി ഭാഗത്തേനൊക്കെ ബോർഡർ ഗ്രാസ് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് മദർ പ്ലാന്റ് എന്നൊക്കെ പറയാം. അതവിടെ നന്നായിട്ട് സ്പ്രെഡായിട്ടുണ്ട്. അപ്പം ഒരു ഭംഗി തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലം സെലക്ട് ചെയ്തത്. ഇത് ട്രോപ്പിക്കൽ ഗാർഡൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം അങ്ങനെ പറഞ്ഞാൽ ശരിക്കും എല്ലാവരും എന്നെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അതേമാതിരി ഒന്ന് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ ഇല്ലല്ലോ, ഉള്ളത് വെച്ച് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ്. കാനവാഴയൊക്കെ കുറച്ച് അങ്ങോട്ട് മാറിപ്പോയിട്ട്, അത് കുറച്ചുകൂടെ ഇവിടെ അടുത്തായിരുന്നെങ്കിൽ അതിൻ്റെ ചെറിയൊരു തൈയൊക്കെ പറിച്ചിട്ട് ആ ഗ്യാപ്പ് കാണുന്ന ഭാഗത്തൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ഹൈറ്റ് കൂടിയ ചെടിയും ആ കൂടെ വരുമ്പോഴത്തേനും നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് അപ്പം അങ്ങനെ തോന്നിയില്ല. ഇത് വോയിസ് കൊടുക്കാൻ നേരത്താണ് ഞാൻ ഓർത്തത് കേട്ടോ, അങ്ങനെയും കൂടെ വെക്കാമായിരുന്നു. അപ്പോൾ ആ ഒരു മതിലിനോട് ചേർന്ന് ആ ഭാഗത്ത് വെക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം ഏകദേശം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ള ഈ കലേഡിയം ഉണ്ടല്ലോ, അത് ആ റെഡ് കൂടെ വരുന്നതല്ല, ആ ഗ്രീനും വൈറ്റും കൂടെ വരുന്നത്, അത് ഒരുപാടുണ്ട്. അതിപ്പം ആർക്കും തന്നെ ആവശ്യം കാണത്തില്ല, കാരണം എല്ലാവരുടെ കയ്യിലും തന്നെ ഉണ്ട്. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, നമ്മുടെ കയ്യിൽ അതിൻ്റെ ഇത് ഒരുപാടുണ്ട്. അങ്ങനെ ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുറച്ച് നേരം ഇതിൽ കൂടെ മുറ്റത്തൂടെ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ചെടിയൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോൾ കുറേ നമുക്ക് എന്തോ ഒരു പോസിറ്റിവിറ്റി തോന്നും നമുക്ക്. പക്ഷെ നമ്മൾ ഓരോ അറ്റം ചെയ്ത് തീരുമ്പം ഇപ്പറയുന്ന വീണ്ടും ക്ലീനിങ്ങിനുള്ള സമയമായിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിന് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നല്ലതാണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തത് ബോറാണെങ്കിൽ ബോറാണെന്നും നല്ലതാണെങ്കിൽ നല്ലതാണെന്നും ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്യണം. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ.